ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ മുതിരക്കറിയാണ്. 30 മിനിറ്റ് മാത്രം മതി. മുതിരക്കറി ഇനി വേഗത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ 1/4 കപ്പ് മുതിര എടുക്കുക. നമ്മളിവിടെ 2 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത മുതിരയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും മുതിര വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. നന്നായി ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ അടുപ്പിക്കുക. ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും. 3 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും കഴിഞ്ഞ് മൂടി തുറക്കാൻ പാടുള്ളൂ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. മുതിര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ഒരു പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. കുറഞ്ഞ തീയിൽ 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഒരു സവോള അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. 3-4 മിനിറ്റ് നേരം മീഡിയം തീയിൽ ചെറുതായി ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റുക. പിന്നെ തീ കുറച്ച് വെച്ച് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച മുതിര ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കണം. മീഡിയം തീയിൽ 3-4 മിനിറ്റ് നേരം വേവിക്കുക. നല്ല നാടൻ മുതിരക്കറി റെസിപ്പി തയ്യാർ. ഏറ്റവും ടേസ്റ്റ് ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോഴാണ് കേട്ടോ. 30 മിനിറ്റ് മാത്രം മതി ഇതുപോലെ നല്ല ടേസ്റ്റുള്ള മുതിരക്കറി ഉണ്ടാക്കിയെടുക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.